ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് മരിച്ച ഭാര്യ, മകള്, അവള് വന്നിരിക്കുക. അവള് വന്നു, 3 കുഞ്ഞുങ്ങൾ, 3 പൊടിപ്പിള്ളേർ, പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ, 4 അവൾ അങ്ങനെ വന്നിരിക്കുക. നല്ല തിരക്കുണ്ട്. ഞാൻ പെട്ടെന്ന് തലയെ കൈ വെച്ച് പോകുമ്പോൾ വെച്ചാൽ 1 മാസം 2 ആഴ്ചയോ മറ്റായി എൻ്റെ ഭർത്താവ് മരിച്ചിട്ട്. കാരണം അതൊരു വല്ലാത്ത ഹ്യൂമൻ പെയിൻ അല്ലേ. കൊച്ചു പെണ്ണ അവൾ പറയുന്നവൾ പെണ്ണ, കുഞ്ഞുങ്ങളെല്ലാം 3 പൊടിപ്പിള്ളേർ നിൽക്കുക. എന്നിട്ട് ഇവർ വീണ്ടും സംസാരിക്കുക. ഇവള് മൂത്തവളെ കാണിച്ചു. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിപ്പിനി ഇവൾ ഉറങ്ങിയിട്ടില്ല. അതിപ്പിനി ഇവൾ ഉറങ്ങിയിട്ടില്ല. മറ്റേ 2 കുട്ടികളും വലിയ കുഴപ്പമില്ല, നമുക്ക് അത്രയും പിടികിട്ടിട്ടില്ല അപ്പം മരിച്ചെന്ന്. ഞാനിവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ. ഞാൻ പിന്നെ നോക്കിയപ്പം അവൾ പിന്നൊന്നും പറയുന്നില്ല. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ എത്ര വലിയ ദുഃഖത്തിലാണ് മക്കളെ. വെളിയിലിറങ്ങി ഒരു കാര്യം ചെയ്യാൻ ഈ പെണ്ണിന് അറിയത്തില്ല. ഇത്രയും നാളും പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത 36 വയസ്സ് 37 വയസ്സുള്ള മനുഷ്യൻ. നമ്മളൊക്കെ ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന വിഷയങ്ങളുള്ളവർ തൊട്ടടുത്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇവളിപ്പോൾ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമെന്ന്. അല്ല, ഇവളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഷീ ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഓൺ ദിസ് തിങ്. അവളുടെ മുഖത്ത് വലിയ ദുഃഖമൊന്നും ഞങ്ങളുടെ ദുഃഖമില്ലാഞ്ഞിട്ടല്ല മക്കളെ. ഷീ കുഡ് സീ ബിയോണ്ട്. ഷീ കുഡ് സീ ബിയോണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനപ്പുറത്തുള്ളൊരു ജീവിതത്തെ പറ്റിയുള്ള ബോധ്യമാണ് നമുക്ക് ജീവിക്കാൻ. ഇവിടെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെ പറ്റിയുള്ള ബോധ്യം നമ്മളെ ജീവിക്കാൻ ബലപ്പെടുത്തും മക്കളെ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തിരുവചനം പറയാം. തൊട്ട് മുമ്പ് ഒരു വാക്യം കൂടി ഉണ്ട്, അതിങ്ങനെ വായിക്കട്ടെ. തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയാകും. തീർച്ചയായും നിങ്ങൾ കേൾക്കും, എന്നാൽ മനസ്സിലാക്കില്ല. നമ്മളെ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാവാത്ത അവസ്ഥയാണ്. നമ്മൾ കേൾക്കുന്നു, നമുക്കറിയാം, തിയറി അറിയാം, അതിൻ്റെ മുഴുവൻ അനാലിസിസും അറിയാം, ക്രിറ്റിസിസം മുഴുവൻ അറിയാം, എല്ലാം അറിയാം. ബട്ട് ഇറ്റ് ഡസൻറ്റ് ടച്ച് അവർ ഹാർട്ട്സ്. നിങ്ങൾ അതാ പറഞ്ഞ ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നു, യെശയ്യാ പറഞ്ഞതുപോലെ നിങ്ങൾ കേൾക്കും, എന്നാൽ നിങ്ങൾ ഹൃദയം കൊണ്ട്, ഹൃദയത്തിൻ്റെ ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു അനുഭവം. വീണ്ടും പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും കാണും. തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുമ്പിലുണ്ടാവും, പക്ഷേ നിങ്ങൾ ഗ്രഹിക്കുകയില്ല. ഇതൊരു കർത്താവ്, ഇത് ഈ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇതാ മക്കളെ. നമ്മുടെ സകല പ്രതിസന്ധികൾക്കും കാരണം ഇതാ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദിവസങ്ങളിൽ, നമ്മൾ നോയമ്പിന്റെ ദിവസങ്ങളിലേക്ക് തുടങ്ങുമ്പോൾ പള്ളിയിൽ വായിച്ചു കേട്ട കുറച്ച് വാക്യങ്ങളുണ്ടല്ലോ. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായം എന്നെടുക്കാമോ? 24-ാം അധ്യായം 1-ാം വാക്യം. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിലെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. കിട്ടിയോ ബൈബിള്? മത്തായി സുവിശേഷം 24:1. യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ, എന്തായിരുന്നു ഈ വായനയ്ക്ക് അർത്ഥം? എന്താ ഉള്ളത്? എന്താ ഈ വായനയുടെ അർത്ഥം എന്ന് പറഞ്ഞേ? ഒരു ദുരന്തം കർത്താവ് പ്രവചിച്ചു അല്ലേ? ദൈവമക്കളെ, ദുരന്തം കർത്താവ് പ്രവചിക്കണം. കർത്താവ് ഒരു ദുരന്തമായിരിക്കണം. My God is a good God and he can proclaim only good things. എന്റെ ദൈവം നല്ല ദൈവമാ, അവന് നല്ലതേ പറയാൻ അറിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം നല്ല ദൈവമാണ്, അവന് നല്ലതേ പറയാൻ അറിയത്തുള്ളൂ. എന്റെ ദൈവം നല്ല ദൈവമാണ്, അവന് നല്ലതേ ചെയ്യാൻ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇത്രയും ബോധ്യം കിട്ടിയാൽ മതി മക്കളെ, ഇത്രയും ബോധ്യം കിട്ടിയാൽ മതി. കൈയടിച്ച് ദൈവത്തെ നമ്മൾ സ്തുതിക്കും. എന്താ ഈ പറഞ്ഞത്? ജെറൂസലേം ദേവാലയത്തിലെ മുറ്റത്ത് വന്നതെന്നുകൊണ്ട് പറയുക, കർത്താവ് പറയാ, ഇത് തകർക്കപ്പെടാൻ പോവാ. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താ മക്കളെ? ദേവാലയം തല്ലിത്തകർത്ത് കളയാൻ പോവാ കേട്ടോ. ജനമെല്ലാം വാവിട്ട് നിലവിളിക്കാൻ പോവാ. അല്ല,
അല്ല. കർത്താവ് പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാവോ? ഇതിനപ്പുറത്ത് നിങ്ങളെ കണ്ടാൽ കണ്ണ് വലിക്കാത്ത തരത്തിലുള്ള, കണ്ണ് പിൻവലിക്കാത്ത തരത്തിലുള്ള ഒരു ദേവാലയം പണിയപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. 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 It is not about the destruction of the temple of Jerusalem. It is about the construction of a new temple or new church. തകർക്കപ്പെടുന്ന പറയുന്നത് അല്ല എന്റെ ദൈവം. പറഞ്ഞ ഹല്ലേലൂയ. 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 ചില മനുഷ്യരെ കണ്ടിട്ട് എന്ത് കണ്ടാലും അവർ നന്മ കാണും. എന്ത് കണ്ടാലും നന്മയെ പറയത്തുള്ളൂ, നെഗറ്റീവ് പറയാൻ അറിയത്തില്ല. ദുർവാർത്ത പറയല്ല എൻ്റെ പൊന്നുമകളെ, കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദുർവാർത്തയും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. എന്തൊക്കെ വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയും കൂടെ വന്നപ്പോഴേ എന്തോ ഒരു തിന്മ പടരുന്നുണ്ടെന്നറിയാം. ദുർവാർത്തകൾ സംസാരിക്കില്ല. ഒരു വിഷയം മോശം അതിനെ ചർച്ച ചെയ്യണ്ട. ഡു നോട്ട് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. നമ്മൾ തന്നെ നമ്മളിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുക. We are putting poison in our hearts. നമ്മൾ തന്നെ നമ്മൾ ഈ വിഷം കലർത്തുക. നമ്മൾ വെളിയിലിരുന്ന് വിഷം വാരി കുടിക്കുക. ഈ ടി വിയിലൊക്കെ കാണുന്ന പല പരിപാടികൾ, ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ എന്തൊക്കെ കൊന്നു, വെട്ടി, മുറിച്ചു, ഫ്രിഡ്ജ് വെച്ചു, ചാക്കിനകത്ത് കെട്ടി വായിക്കാൻ പോകല്ലേ. ഇതാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ന്. ദൈവങ്ങളെ ജീവിതത്തിൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് ദ സെയിൻസ് മക്കളെ. സെലിബ്രേറ്റ് ദ ഗുഡ്നസ്. കൊന്നതും പിടിച്ചതും പിടിച്ചു പറിച്ചതൊന്നും അല്ല വിഷയങ്ങള്. ഒരുവൻ കരള് പറിച്ചു കൊടുത്തു, ഒരുത്തൻ കിഡ്നി കൊടുത്തു, ഒരുത്തൻ തന്റെ സ്വത്തിന്റെ വീതിച്ചു കൊടുത്തിട്ട് ഒരു 10 വീട് വെച്ച് സെലിബ്രേറ്റ് ഇറ്റ്. പത്രത്തിന്റെ ഏത് കോളത്തിലാണ് ഇത് വരുന്നത്? പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക ഈ കാര്യം കേട്ടോ. ദേവാലയം തകർക്കപ്പെടുമെന്ന് പറയുന്നത്, ദേവാലയം പുതുക്കിയ ഒരു പുതിയ ദേവാലയം. നീ കാണുന്നില്ല ഈ കല്ലുകൊണ്ട് പണിത ഈ ദേവാലയം, മനോഹരമായ സ്വർണ്ണ താഴികക്കുടങ്ങളുള്ള ഈ ദേവാലയം, മനോഹരമായ അൾത്താരയുള്ള ഈ ദേവാലയം. It will be destroyed. Instead, a heavenly temple will be constructed. ഹല്ലേലൂയ. അവങ്ങളെ എല്ലാം തകർക്കപ്പെടും. പകരം വരാൻ പോകും. പൗരോഹിത്യം തകർക്കപ്പെടും. ക്ഷമിക്കണം. The priesthood will be destroyed and he will re-establish a heavenly priesthood. Hallelujah. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ദേവാലയത്തിന് തിരശ്ശീല നടുവെ കീറിപ്പോയെന്നാ പറയണേ. ഇത് ജീവിതത്തിൽ സംഭവിക്കും. ഈ കുടുംബങ്ങൾ ഇനി നവീകരിക്കപ്പെടുവാൻ പോവാ മക്കൾ. നമ്മൾ കുടുംബം കൈവിടില്ല. The families will be renewed. കഴിഞ്ഞ ദിവസം ഒരു മോള് വന്നു. മോള് ഡോക്ടറാ, MD ഡോക്ടർ. ഈ കുട്ടി വീട്ടിലേക്ക് പ്രശ്നത്തിലൂടെ സാമ്പത്തിക ക്ലേശം, അല്ലാത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ ആ കുടുംബം കടന്നു പോവുക. ചില അപ്പനും അമ്മമാരും ഉണ്ടല്ലോ, മക്കളെ ഒന്നും അറിയിക്കത്തില്ല. ഇവള് പ്രസവത്തിന് വേണ്ടി വീട്ടിൽ വന്നതാ. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാ ആകപ്പാടെ പ്രശ്നം പിടിച്ചിട്ട് വലിയ ബാധ്യത നിൽക്കുക. അപ്പനും അമ്മ തീ തിന്നുകൊണ്ടിരിക്കുക. ഈ മകള് അവരെൻ്റെ അടുത്ത് വന്നായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കാൻ, സംസാരിക്കാനൊക്കെ ആയിട്ട്. ഈ കൊച്ചവളെ കെട്ടിച്ചുവിട്ട ബാംഗ്ലൂരാണ്, ഡോക്ടർ. അവൾ ജോലി റിസൈൻ ചെയ്തു. അവൾ പറയുകയാണ്, അച്ഛാ ഈ അപ്പനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തീർന്ന മനുഷ്യരാണ്. They are finished in living for us. ഈ മക്കൾക്ക് ഇത്രയും മനസ്സിലാകുക എന്തൊരു ഭാഗ്യമാണ് നിങ്ങൾ മാതാപിതാക്കളെ. നിങ്ങൾ ജനിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ പറ്റുക എന്തൊരു ഭാഗ്യമാണ്. വലിയ ബാധ്യതയാണ്, വലിയ ബാധ്യത. അവളെന്നോട് പറയുക, 6 മാസം അവൾ റിസൈൻ ചെയ്താ പോകുന്നത്. ഈ കുഞ്ഞുണ്ടായിട്ടേ പോകുന്നുള്ളൂ. വലിയ ബാധ്യത, ജപ്തി, ആകപ്പാടെ പ്രശ്നം പിടിച്ചേക്കുമ്പോൾ ഇവള് പറയുകയാണ്, ഇവള് കൊണ്ട് വാവിട്ട് നിലവിളിക്കുക. അവൾ എന്നോട് വച്ചാ അറിയാവോ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതായി അപ്പായും അമ്മയും. ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ അപ്പായും അമ്മായും ഒന്ന് സുഖമായിട്ട് ജീവിക്കണമെന്ന്. ചില മക്കൾക്കെങ്കിലും ഉണ്ട് മാതാപിതാക്കൾ സുഖമായിട്ട് ജീവിക്കണമെന്ന്. എന്നിട്ട് ഇവള് കല്യാണം കഴിച്ചു വിട്ട കുട്ടിയാന്ന് നോക്കണേ. വലിയ ബാധ്യതയിലാണ് നിൽക്കുന്ന ഈ കുടുംബം. പറയാം, അച്ഛാ ഞാൻ ഇവരുടെ ബാധ്യത തീർക്കും വെച്ചാ. ഞാൻ ഇവരുടെ മാത്രമല്ല, വേറെ അവരുടെ അപ്പൻ്റെ ചേട്ടൻ്റെ വീട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക.
വല്ല കാര്യമുണ്ടോ? അടുത്ത വീട്ടിൽ പോയി സഹായിക്കേണ്ട വല്ല കാര്യം? ചേട്ടൻ്റെ മകനാ, അപ്പൻ്റെ ചേട്ടൻ്റെ മോൻ. അവള് പറയാ അവൻ്റെ കാര്യം, ആൻറ്റോടെ കാര്യം ഞാൻ എടുത്തുവച്ചാ. അവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിസ്സാര കോടികളുടെ കാര്യം ഈ പെൺകൊച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. അവള് കൊടുത്തോ കൊടുത്തില്ലയോ എന്നല്ല അല്ല മക്കളെ വിഷയം. ഒരു കൊച്ചിന്റെ മനസ്സിൽ അവർക്ക് തോന്നുന്നു എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൂടി തലയിടലെന്താ? അവള് പറഞ്ഞു എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അച്ഛാ. ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ അങ്ങനെ അല്ലച്ചാ പഠിപ്പിച്ചേക്കുന്നേ. നമ്മള് നന്മ പൊട്ടിവിടല. ജീവിതത്തിൽ ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയുമ്പോ എന്ത് വരും? അയ്യോ പൊത്തു, ഗോതമ്പ് പണി തീർന്നെന്നാണ് പറയുന്നത്. യോഹന്നാൻ സുവിശേഷം പഠിപ്പിച്ചിരുന്നില്ലേ? ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിയണം. നമ്മൾ ജീവിതത്തിന് മിസ്റ്ററി ഉണ്ട് മക്കളെ. There's a mystery in life. There's a mystery in life. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട് മക്കളെ. നമ്മൾ അറിയാത്ത ഒരു മിസ്റ്ററി ഉണ്ട്. ഇന്നലെ തിരുവനന്തപുരം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ തോമസ് ടെറ്റോ പിതാവ് നമ്മുടെ കത്തീഡ്രലിൽ തിരുന്നു. ഞാൻ കത്തീഡ്രലിലെ കളക്ടറും കൂടിയാണ്. പിതാവ് അവിടെ കുർബാനയ്ക്ക് വന്നു. ആ മുറ്റത്ത് വന്നിറങ്ങി. പിതാവ് പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു, ഒന്നാം പ്രതിയായിട്ട് കേസിൽ പ്രതിയേർത്ത ഒരു മെത്രാനാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു പാവത്താം മെത്രാൻ പള്ളിമുറ്റത്ത് വന്നറിയും പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക. നമ്മൾ വിചാരിക്കുമ്പോൾ കേസും പ്രശ്നമൊക്കെ ഉള്ളിൽ മെത്രാൻ ടെൻഷൻ അടിച്ച് വരണ്ടേ? വിത്ത് എ ബിഗ് സ്മൈൽ പുഞ്ചിരിച്ചുകൊണ്ട് വരിക. വന്നു, സാവധാനം കയറി കുർബാന ആരംഭിച്ചു. വളരെ ശാന്തനായിട്ട് വചന ശുശ്രൂഷ പറഞ്ഞു തുടങ്ങി. പിതാവ് വചന ശുശ്രൂഷ നടത്തിയപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, ഒരാളുടെ വർത്താനം കേൾക്കുമ്പോൾ പറയാം ആരെന്ന്. പിതാവ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാവോ? പിതാവ് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് ഇപ്പം പങ്കുവെക്കാം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ബെനഡിക്റ്റ് പാപ്പായുടെ കൊട്ടേഷൻ പറഞ്ഞതാണത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് എ സെറ്റ് ഓഫ് മോറൽ റൂൾസ്. എനിക്കും നിങ്ങൾക്കും ക്രിസ്തീയത എന്ന് പറഞ്ഞത് 10 കൽപ്പനകൾ പാലിക്കുന്നതാ. കൽപ്പനകളുടെ പാലനമല്ല ക്രിസ്ത്യാനിറ്റി. അല്ലേ? അച്ഛൻ നല്ല അച്ഛനാകുന്നത് എപ്പോഴാണ്? ഒരച്ഛൻ ജീവിക്കേണ്ട പോലെ അച്ഛൻ ജീവിക്കുക. എന്തൊക്കെ? അച്ഛൻ്റെ ധാർമ്മികതയുണ്ട്, മൊറാലിറ്റി, ചാസ്റ്റിറ്റി, ബ്രഹ്മചര്യം അച്ഛൻ സൂക്ഷിക്കണം, കുറച്ചൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിക്കണം. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞോളൂ, കുറച്ചൊക്കെ ദാരിദ്ര്യത്തിൽ പിന്നെ അനുസരിക്കണം, മെത്രാനച്ഛനെ അനുസരിക്കണം. പോരെ? നീ എന്തെങ്കിലും വേണം ഏട്ടായി? മതിയോ? അത് മതിയോ? മതി. എൻ്റെ പൊന്നുകുട്ട, അതുകൊണ്ടൊന്നും ആയില്ലടാ മോനെ. അത് ഏതവനും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ നീ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുന്ന പിതാവ് പറഞ്ഞ വിഷയം ഇതാണ്. It is an encountering an event or a person who is flowing unto you. നിന്നിലേക്ക് ഒഴുകുന്ന ഒരു വ്യക്തിയെ നിനക്ക് രക്ഷ തന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള ഓർമ്മ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച് എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പറ്റി ഓർമ്മയാണ് എന്റെ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. എണ്ണം കൂട്ടുന്നല്ല, കൂളായിട്ട് പറയുക. കുറച്ച് കഴിഞ്ഞപ്പം വൈകുന്നേരം വേറൊരു അച്ഛൻ ഒരു കമന്റ് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ഇതാ പറഞ്ഞു കേട്ടോ, ഉള്ളിലെ കരുത്താണ്. ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടേണ്ട കാര്യമൊന്നുമില്ല മക്കളെ. മറ്റു മതസ്ഥരായ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ അച്ഛൻ പറയണേ. പള്ളിയിലെ ലിസ്റ്റില് ക്രിസ്ത്യാനിയുടെ എണ്ണം കൂടണമെന്ന് നമുക്കാർക്കും വാശിയില്ല. പക്ഷേ ലോകത്തുള്ള സകലരും ക്രിസ്തുവിനെ അറിയണം. ഹല്ലേലൂയ. We want you to know who Christ is. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ അറിയണം എല്ലാരും 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 എല്ലാരും. ഹല്ലേലൂയ. നിങ്ങൾ ആരും അവസരങ്ങളെന്ന് പറയുന്നില്ല മക്കളെ. But you all should know Christ. തിരമാല പോലെ
ഒരു തിരമാല പോലെ വേലിയേറ്റ പോലെ നിന്റെ ജീവിതത്തിലേക്ക് പടർന്നു കയറുന്ന ഈ ദൈവത്തെ നീ അറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതം നോക്കളെ, ഇവനിങ്ങനെ സ്വന്തമാക്കുക, ഇവനിങ്ങനെ നമ്മൾ സ്വന്തമാക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുക്കുക മക്കളെ. ശുശ്രൂഷ ജീവിത അച്ഛന്മാർ, ബഹുമാനോട് അച്ഛന്മാർ ഇവിടെ ഇപ്പുണ്ട്. ഞങ്ങൾ ഓരോ വർഷവും കഴിയും തോറും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കുരിശിനെ നോക്കി കരയും, കുർബാനയ്ക്ക് വരുമ്പം കരയും, ഞങ്ങൾ ഉള്ളിൽ കരയും മക്കളെ, ഓരോ തവണയും. സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഒരു പുരോഹിതനത്തെ ആൾക്കാരെ കവിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം നിങ്ങളുടെ പുണ്യം കൊണ്ടല്ല, ഈ ചൊല്ലിയ കുർബാനകളൊക്കെ ഒരു തിരയായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ അടിക്കുക. അവനിങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ പതുക്കെ പതുക്കെ പറയും, എന്തോരം സ്നേഹമാ തന്നതെന്ന്, എന്തോരോ ആ ചേർത്ത് പിടിച്ചതെന്ന്, എന്തോരോ അവൻ വളർത്തിയതെന്ന്. ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടെ വരണ വല്ല കാര്യമുള്ള മക്കളെ, എനിക്കറിയത്തില്ല. ജോച്ചനും അച്ഛനൊക്കെ പട്ടത്തച്ഛനൊക്കെ എന്തോരം സ്നേഹം തോന്നി എനിക്കറിയില്ല. അതെന്റെ പൊന്നു കർത്താവിന്റെ സ്നേഹമാടാ കൂട്ടാ, അതെന്റെ പൊന്നു കർത്താവിന്റെ സ്നേഹമാ. ഇന്ന് വരാൻ പറ്റില്ലായിരുന്നു. ഇന്ന് വൈകിട്ട് ഒരു ബിഷപ്പാ മലങ്കര രൂപതയിൽ ഹൈറ്റിലുള്ള കുർബാനയാണ്. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അവിടെ പിതാവിനെ സ്വീകരിക്കാൻ നിൽക്കേണ്ടതാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ മെത്രാനച്ഛൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, പിതാവ് വഴക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാച്ചോ വഴക്ക് പറയണ്ട? അപ്പം പിതാവ് നോക്കി, ഇങ്ങനെ എന്തോ ഗുരുതക്കേട് കാണിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. പിതാവേ, നാളെ രാവിലെ ഞാൻ തൃശ്ശൂർ വരെ ഒന്ന് പോകും, യെറൂസലേം കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസമാണ്. പിതാവ് ഒന്ന് നോക്കി, പിതാവ് ഒന്ന് ചിരിച്ചു, രണ്ട് കൈയെടുത്ത് തലയെ വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടെ കൂടുതൽ വഴക്ക് പറയുന്നതിന് പകരം ഒരു 3 മിനിറ്റും കൂടെ കൂടുതൽ എൻ്റെ തലയെ കൈവച്ച് പിതാവ് കൊണ്ട് പ്രാർത്ഥിച്ചു, കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാമോ? സാധാരണ ഞാൻ കേട്ട് തൃശ്ശൂരുകാർ ഒന്നിനും പിന്നിലല്ലെന്നാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ ഇതൊന്നും പോരല്ലോ എൻ്റെ ദൈവമേ. വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കോട്ടയം സൈനാനിസ് പോരെ പോരെ പോരെ, ഇതൊന്നുമല്ല, കൈയടി ഞാൻ കേൾപ്പിച്ചു തരാം. അടുത്ത ചൊവ്വാഴ്ച കോട്ടയം സൈനാനിസ് പറഞ്ഞ് ചൊവ്വാഴ്ച എടുത്ത് വെച്ച് നോക്കിക്കോ. മിടുക്കന്മാർ തൃശ്ശൂരുകാരാന്നാണ് പറഞ്ഞത്, എല്ലാത്തിനും മിടുക്കന്മാർ തൃശ്ശൂരുകാരാന്ന് ഞാൻ കേട്ടത്. ഞാൻ സെമിനാരി ആലുവയിൽ പഠിക്കുമ്പോൾ ഇനി ഒത്തിരി തൃശ്ശൂർ കൂട്ടുകാർ അച്ഛന്മാർ ആരുടെയും പേര് പറയുന്നില്ല, നല്ല മിടുക്കന്മാർ അച്ഛന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടെങ്കിലും നാണം വന്നിട്ടെങ്കിലും ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്നടിക്കത്തില്ല, പക്ഷെ നാളെ നിങ്ങളെ കൊണ്ട് ഞാൻ കൈയടിപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു അഭിഷേകം, ഈ ഒരു ബലമാണ് തിരുവചനം പഠിപ്പിക്കും. നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് വന്നു ഈ തകർക്കല് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് കാണാനുള്ള നമ്മൾ ആ വിഷയം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ദേവാലയം തകർക്കപ്പെടും, എന്നാൽ ഈ ദേവാലയം തകർക്കപ്പെടും. കർത്താവ് പറയാം, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ചോദിച്ചില്ലേ, കോവിഡ് കാലത്ത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എന്താ നടന്നത്? കോവിഡ് കാലത്ത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഓൺലൈനായിട്ട്. എനിക്കറിയാം, എല്ലാ ധ്യാനഗതി ഒന്നെങ്കിൽ ധ്യാനഗുരുക്കന്മാർ ശുശ്രൂഷ ചെയ്തു, അല്ലെങ്കിൽ അൾത്താരിക്കുമ്പോൾ കമന്ന് കടന്ന് കരഞ്ഞു. ധ്യാനഗുരുവിന്റെ ജോലി എന്ന് പറഞ്ഞ് പ്രസംഗിക്കാന്ന് മാത്രമല്ല, ചില കാലങ്ങളിൽ അൾത്താരിക്ക് മുമ്പിൽ കമന്ന് കടന്ന് കരയുക, പട്ടിണി കിടക്കുക, അങ്ങനെ ചില ഉത്തരവാദിത്തം കൂടെ ധ്യാനഗുരുക്കന്മാർക്കുണ്ടെന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തേ? ഹല്ലേലൂയ. അല്ലാത്തൊരു കാലമുണ്ട് മക്കളെ, ജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയൊക്കെ കരയാൻ ധ്യാനഗുരുക്കന്മാർ. അതിലല്ല ഒളിച്ചു പോയൊന്നുമല്ല ധ്യാനഗുരുക്കന്മാര്. അൾത്താരിയിൽ തിരി കത്തുന്ന പോലെ നിന്ന് ദിവ്യകാരത്തും എന്ന് കത്താൻ. ഇതാ വീണ്ടും നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തുടർന്നുള്ള വചനഭാഗമാണ്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു അതെന്താ കർത്താവ് അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞു വെച്ചേ? ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ദൈവമക്കളെ, ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ മുഴുകാനുള്ള കാലമല്ല. അങ്ങനെ ഒരു സമയമുണ്ട്. അതാ പറഞ്ഞു, ഈ അന്ത്യനാളിനെ പറ്റി പറയുന്ന വചനഭാഗം അപ്പോക്കലിപ്റ്റിക് റീഡിംഗ് ആണിത്. ഗർഭിണിയാകുന്ന കുഞ്ഞിനെ പാലൂട്ടുന്ന പാപവും തെറ്റൊന്നും അല്ല, അതല്ല ഇവിടുത്തെ വിഷയം. ഇതാ, you should be more engaged in the matters of heaven. കല്യാണം കഴിക്കാൻ നിർബന്ധമായിട്ട് ഇപ്പം കല്യാണം കഴിക്കലും ഇല്ല, മക്കളും ഇല്ല. ഇപ്പം ഈ വചനം പാലിച്ചുകൊണ്ട് ചില വചനങ്ങൾ നമ്മൾ പാലിക്കുക. അപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തില്ല നിന്റെ തീഷ്ണത,
നീ ഭൂമിയിലെ ജീവിതം കെട്ടിപ്പടുക്കാൻ കാണിക്കുന്ന തീഷ്ണതയുടെ 1000 മടങ്ങ് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് കാണിക്കാൻ പറ്റണം. ഹല്ലേലൂയ. 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 പെട്ടെന്ന് മുമ്പോട്ട് പോകാം. 29-ാം വാക്യം, മത്തായി സുവിശേഷം 24:9-29 വായിക്കാമോ? അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടുപോകും. ദൈവമേ, സൂര്യനില്ലാതെ എന്ത് ചെയ്യും നിങ്ങൾ? അല്ലെ നമ്മള്? കർത്താവ് അച്ഛൻ ഇച്ചിരി മുമ്പല്ലേ നല്ല ഈശോ പറഞ്ഞാൽ നല്ലതേ പറഞ്ഞു. ഇതൊക്കെയാണോ നല്ലത്? സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശം താഴോട്ട് വീഴും. കേട്ടോണേ, അടുത്ത വാക്യം, ആകാശശക്തികൾ ഇളകും, സുനാമി ഉണ്ടാകും, ആകാശത്ത് മേഘം ഒരു വശത്ത് ഇടിഞ്ഞ് താഴോട്ട് വീഴും, ഭൂമി ഒരു വശത്ത് അങ്ങോട്ട് മാറിക്കൊടുക്കും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. There will be a sign of the Son of God. ദൈവം നിന്റെ തകർച്ചയിലും ദുരന്തത്തിലും ആകാശം കെട്ടുപോകുമ്പോഴും സൂര്യൻ കെട്ടുപോകുമ്പോഴും ചന്ദ്രൻ കെട്ടുപോകുമ്പോഴും ഒക്കെ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു അടയാളം ഉണ്ടാകുമെന്ന്. തീർന്നില്ല, നമുക്ക് ബാക്കിയോട് വായിക്കാം. മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യോ. സൂര്യൻ ഇരുണ്ടു പോകുമ്പോ, ചന്ദ്രൻ കെട്ടുപോകുമ്പോ നീ കാണുന്ന കാഴ്ച ഇതാ, വാനമേഘങ്ങളിൽ പൊന്നു കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. അതേകൂട്ടാ നിനക്കെന്നെ പിന്നെ വിഷയമുള്ളേ, നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം ഇടപെടുമെന്ന്. ദൈവം നിന്റെ ജീവിതത്തിൽ വന്ന് അറിയൂ. നമ്മളിവിടെ കിടപ്പ് ഇളച്ചുകൊണ്ടിരിക്കുക, വിഷമിച്ചുകൊണ്ടിരിക്കുക ഓരോ മനുക്കള്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കോട്ടയത്തെ പുണ്യാളച്ചന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഓരോ ചൊവ്വാഴ്ച മക്കൾ പറയുന്ന സാക്ഷ്യങ്ങൾ. അന്ധവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസം, കളിപ്പീരെന്ന് പറയുന്നവർക്ക് കളിപ്പീര്, പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ ഇടപെടല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കള് വരും, പല ജാതി പല മതസ്ഥരായ മക്കള് ഒരുപാടെന്ന് പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരുപാട് സാക്ഷ്യം. കൊച്ച് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞിരിക്കുക, കുഞ്ഞ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഒരു സാക്ഷ്യമായിരുന്നു. അബോർഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഡോക്ടർമാര്. അബോർഷൻ നടത്തിയോ? അയ്യോ മക്കളെ, ഡൗൺ സിൻഡ്രോമോ അപ്പ് സിൻഡ്രോമോ എന്തും ആയിക്കൊള്ളട്ടെ, കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന അത് ദൈവത്തിന്റെ കുഞ്ഞായിട്ട് നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഈ മകള് പറഞ്ഞത്രേ, എൻ്റെ ജീവൻ പോയാലും ശരി, നാട്ടിൽ നിന്ന് കടം വാങ്ങിച്ച് പോയത് ഇസ്രായേലിലായിരുന്നു വീട്, ഇസ്രായേലിൽ ജോലി ചെയ്യുക, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അത് രണ്ടാമതൊരു കുട്ടിക്ക് വേണ്ടി ഈ പെണ്ണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കുട്ടി. ഇവള് ചെന്ന് അവിടെ ചെന്ന് 1-ാം മാസമാണ് കഴിയുന്നത്, അവൾ പ്രഗ്നൻ്റ് ആണ്. ദൈവം ചിലപ്പോഴും ഇങ്ങനത്തെ പണി തരും മകളെ. ഇവൾ അത്രയും ദിവസം ആഗ്രഹിച്ച രണ്ടാമതൊരു കുട്ടിയെ കൂടെ തരണേന്ന് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഇസ്രായേലിലേക്കല്ല, എൻ്റെ നാട്ടിലോട്ടല്ലേ പോകുന്നത്, ഒരു സമ്മാനം കൂടെ കൊടുത്തേക്കാന്ന് വെച്ചു. രണ്ടാമത് കുട്ടിയെ കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പരിശോധനയിലൊക്കെ അറിയാണ് കൊച്ചിന് കുഴപ്പമുണ്ടെന്ന്. എന്നിട്ട് കൊച്ചിനെ ടെർമിനേറ്റ് ചെയ്യുക. അവൾ പറഞ്ഞ തല പോയാലും ഞാൻ കൊച്ചിനെ ടെർമിനേറ്റ് ചെയ്യില്ല. തല പോയാലും അമ്മേ, നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കൊച്ചിന് വിശ്വസിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ ദൈവം നിന്നെ വിശ്വസിക്കുന്നാണ് നീ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഉദരത്തിൽ നിന്നെ വിശ്വസിച്ച് ദൈവം. ഇന്നലെ പിതാവ് മനോഹരമായിട്ടുള്ള വാക്യം പറഞ്ഞേ, നമ്മുടെ തോമസിന്റെ പിതാവ്. ഭൂമിയിലെ മനുഷ്യന് വന്ന് കാവലിരിക്കാൻ, എല്ലാവരുടെയും അടുക്കൽ കാവലിരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. ഓരോ കുഞ്ഞിനും കാവലിരിക്കാൻ വേണ്ടി ദൈവത്തിന് വരാൻ പറ്റത്തില്ലല്ലോ. ഒരു ചൈനീസ് പഴമൊഴി പറഞ്ഞതാ, അതിനു വേണ്ടി ഓരോ കുഞ്ഞിനും കാവലിരിക്കാൻ വേണ്ടി ദൈവം നടത്തിയ സൃഷ്ടിയുടെ പേരാണ്, നിങ്ങളെങ്കിലും പറ, അമ്മ. അമ്മ. എൻ്റെ അപ്പ ഇപ്പം വേറെ പേരാണ്. നിങ്ങൾ മമ്മി എന്നാണ് വിളിക്കുന്നത്. തൃശ്ശൂർ മുഴുവൻ മമ്മി, ഞങ്ങളുടെ അമ്മ എന്ന്. ഞാൻ അമ്മച്ചി എന്നാണ് വിളിക്കണേ, നിങ്ങൾ മമ്മി എന്നാണ് വിളിക്കുന്നത്. എന്നാ പറഞ്ഞ മമ്മി.
അമ്മ പറഞ്ഞു നേരെ തിരിച്ചു പറയത്തുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതെ മക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യമായി മാറാനുള്ള ഒരു അമ്മയും അപ്പനും ഒക്കെ. ദൈവത്തിന്റെ അഷ്വറൻസ് അപ്പൻ എന്ന് പറഞ്ഞാല്, ദൈവത്തിന്റെ അഷ്വറൻസ് അപ്പൻ എന്ന് പറഞ്ഞാല്, എടാ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകൂട്ടാ, ഞാൻ നിന്റെ കൂടി ഉറപ്പാ. അമ്മ എന്ന് പറഞ്ഞാല് നിന്റെ കൂട്ടിൽ ഞാനുണ്ട് മരണത്തോളം. നീ ജനിച്ചതിന്റെ വയറ്റിലാണെങ്കിൽ ഇതാ മരണത്തോളം നിന്റെ കൂടെ ഞാനുണ്ട്. അതാണ് അപ്പൻ അമ്മ എന്നുള്ളതിന് അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നോക്കിയേ, അപ്പോൾ വാനമേഘങ്ങളിൽ സർവശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണും. കാഹള ധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവന്റെ അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒന്നിച്ചു കൂട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചത് ഈ ഒരു അഭിഷേകത്തിന്. തകർക്കപ്പെടുന്ന ഒരു ജീവിതമല്ല മക്കളെ. in every step there's a possibility of salvation. നിന്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പിലും, നിന്റെ ജീവിതം എത്ര തകർച്ചയിലാണെങ്കിലും, നീ ഏത് പ്രതിസന്ധി നിൽക്കുന്ന പൈതലാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന ഒരു രക്ഷയുടെ അനുഭവം ഉണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. and he is preparing the best is yet to come. നിന്റെ ജീവിതത്തിലെ ഉപരി നന്മ, നിന്റെ ജീവിതത്തിൽ ഉപരി അനുഗ്രഹം, നിന്റെ ജീവിതത്തിൽ ഉപരി കൃപ, നിന്റെ ജീവിതത്തിൽ ഉപരി മഹത്വം അതിനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് ഉയർത്താൻ പോവാ. നമ്മൾ വചനത്തില് ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വചനഭാഗം ഇതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 3 നമുക്കെല്ലാം പരിചയമുള്ളതാണ്. എന്നാലും കർത്താവ് ഇന്ന് ഓർമ്മിപ്പിച്ചു തന്നപ്പോൾ ഞാൻ വിടാറില്ല. കാരണം എന്നെ കർത്താവ് ഓർമ്മിപ്പിച്ചൊരു കാര്യം തന്നാൽ ആർക്കു വേണ്ടിയിട്ട് കർത്താവ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു തുടങ്ങുക. അങ്ങനെ ഒരു മനുഷ്യന്റെ കഥ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? പരിസേരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. യഹൂദ പ്രമാണികളെല്ലാം ക്രിസ്തുവിനെതിരെ, ക്രിസ്തുവിന്റെ ശത്രുക്കളായിട്ട് ഇങ്ങനെ നിൽക്കുക. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. രാത്രിയുടെ ഇരുട്ടും പറ്റി പിൻവാതിലിലൂടെ ഒരുത്തം വന്ന് കയറുക. ദൈവമക്കളെ, ദൈവത്തിൻ്റെ മഹത്വം ഇത്. അവന് പരസ്യമായിട്ട് വരാൻ പറ്റും. കാരണം ബാക്കിയുള്ള യഹൂദ പ്രമാണികളെല്ലാം യേശുവിനെ വധിക്കാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇവന്റെ ചങ്ക് പിടയ്ക്കുക മക്കളെ. ദൈവവിശ്വാസം എന്ന് പറഞ്ഞ ചങ്കിന്റെ ഒരു പിടപ്പാ മക്കളെ. ഇവനെ ചങ്കിങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞില്ലേ, നീ സത്യമായി പറഞ്ഞെന്താണ്, നീ ദൈവത്തിൽ നിന്ന് ഗുരുവാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ, if God is not with you, നീ പറയാനും ഈ പറയുന്നു ചെയ്യാനും പറ്റില്ല. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചുരുക്കത്തിൽ നിക്കോദേമോസ് വന്ന് പറയുന്നത് നീ ദൈവപുത്രനാണെന്നാ. ആ രാത്രിയിൽ അവരെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. ആത്മീയമായിട്ടൊരു പ്രചോദനം കിട്ടിയ അത് തടഞ്ഞു വെക്കല്ല മകളെ. ഒരു സാക്ഷ്യം പറയാനുള്ളൊരു അവസരം, സാക്ഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. ചുമ്മാ പറയല്ലേ, കളിപ്പിക്കാൻ പറയണ്ട. ഇന്നലെ പള്ളിപ്പെരുന്നാളും പരിപാടിയൊക്കെ അല്ലേ. ഇന്നലെ പറയാം, ഇന്നലെ ഒരുത്തം വന്ന് എന്നെ കളിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിക്കാത്തൊരു തെറ്റതാ. എന്നെ അത് കളിപ്പിച്ച് ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് വേണേലും ഞാൻ നിങ്ങൾക്ക് തരാം, അന്ന് ചോദിച്ചു ഞാൻ തരാം. പക്ഷെ എന്നെ കളിപ്പിച്ചൊരുത്തം കൊണ്ടുപോയി, എന്നെ അടുത്ത് കളിപ്പിച്ചു ചതിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ എൻ്റെ ഒരു ബലഹീനതയാണ്. അത് പറഞ്ഞ് മാറിക്കൊള്ളില്ല. അതുകൊണ്ടാണ് പറയുന്നത്. വൈകുന്നേരമായി, പിതാവ് വരുന്ന സമയമാണല്ലോ. 4 മണി ആയപ്പോൾ എൻ്റെ ചങ്കിൻ്റെ അകത്തൊരു വേദന. സംസാരിക്കണം. കാരണം അവനെ ശരിക്കും ഇട്ട് പൊരിച്ചു. നന്നായിട്ട് ദേഷ്യപ്പെട്ടു ഇവനോട്. 4 മണിയായപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. ഞാൻ നോക്കിയിട്ട് ആലോചിച്ചിട്ട് 4 മണിക്ക് പോയി ശരിയാവത്തില്ലല്ലോ, സംസാരിക്കാൻ പോകണം. 4:05 4:10 ഉടുപ്പിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പതുക്കെ വണ്ടി എടുത്ത് ഒറ്റപ്പോക്ക് പോയി. ഉള്ളിലൊരു സ്പിരിച്വൽ ഇൻസ്പിറേഷൻ കിട്ടിയാൽ, ഉള്ളിലൊരു ആത്മീയ പ്രചോദനം കിട്ടിയാൽ, എനിക്കറിയാം ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു, എന്നാലും പറയുക. ഒന്ന് കുമ്പസാരിക്കണമെന്ന് എത്ര കഷ്ടപ്പെട്ടാണ് ഇപ്പം കുമ്പസാരിച്ചോണം മക്കളെ. എനിക്ക് ഇന്നലെ കുർബാനയിടാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നി. അത് തന്നെ ഇന്ന് ഞാനിവിടെ കൺവെൻഷന് വരണം. ഈ പാവം ഇതൊരു പാവം തന്നെയാണ് മക്കളെ.
കോപിക്കുന്നത് പാപമാ. എൻ്റെ മനസ്സിലത് വല്ലാത്തൊരു മുള്ളായിട്ട് വേദനയായിട്ട് ഇങ്ങനെ കയറി ഞാൻ ഇന്നലെ അനുഭവിച്ച കാര്യം നിങ്ങളോട് പങ്കുവെക്കുന്നത്. അവങ്ങളെ അതിൻ്റെ കൃപ ഞാൻ പറഞ്ഞല്ലേ, ഇന്നലെ 2 മണി വരെ ഞാൻ വളരെ ഫ്രഷ് ആയിട്ട് കിടന്ന് ഇരിക്കുക, വചനം ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക 2 മണി വരെ. രാത്രി ഞാൻ ശരിക്കും, പക്ഷെ എനിക്ക് ഒരു ക്ഷീണമില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. അവങ്ങളെ നീ ആത്മാവിന്റെ പ്രചോദനത്തിന് നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നിന്റെ ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഉപവസിക്കാനായിരിക്കും തോന്നണേ, ഒരു ദിവസം കുർബാനയുടെ മുമ്പിൽ പോയിരിക്കാനായിരിക്കും തോന്നണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ച് മെറ്റൽ വാരിട്ട് മുട്ടുകുത്തണോ? ചെയ്യണോ? അത് ചെയ്യണം. അല്ലെങ്കിൽ 1 മാസത്തിന് നോയമ്പെടുക്കണം കിട്ടുക, ചെയ്യണം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ഹല്ലേലൂയാ, മുമ്പോട്ട് പോക്കെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ നമുക്ക് നൽകുന്ന പ്രചോദനമായത്. നിങ്ങളെല്ലാം പല കാര്യങ്ങൾ ചെയ്യാനുള്ള, പക്ഷേ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നിരിക്കുക. ജോച്ചൻ പറയുമായിരുന്നു, ആദ്യത്തെ ദിവസം തന്നെ ഇത്രയധികം ദൈവമക്കൾ ഈ കൂടാരത്തിൽ എത്തിയില്ലോ എന്ന്. കൈയടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തേ. കൈ നോവുന്ന പോലെ കൈയടിക്കാം, കൈ നോവുന്ന പോലെ കൈയടിക്കാന്നുള്ളതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിക്കോദേമോസ് നമ്മൾ കാണുകയാണ്, അവൻ ഈശോയോട് ഒരു സ്നേഹം വന്നു, അവൻ ഈശോയിൽ ലയിക്കുക. നിങ്ങൾക്ക് കാണണോ? ബൈബിൾ ഇച്ചിരി പഠിച്ച ഒരു അച്ഛനായാണ്, ഡോക്ടറേറ്റ് ഉണ്ട്. ബൈബിള് പഠിക്കുമ്പോൾ കുറച്ചധികം ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സിൽ ഒരെണ്ണം ഇതാണ്, അതിപ്പോൾ ഞാൻ പ്രയോഗിച്ചതിനകത്ത്. ചിലപ്പോൾ ചില പുസ്തകങ്ങൾ, ചില ബൈബിൾ ഭാഗങ്ങളിലെ സുവിശേഷങ്ങളൊക്കെ തുടക്കത്തിൽ ഒരു കാര്യം കാണും, ഈ കാര്യം സുവിശേഷം ഏകദേശം മധ്യഭാഗത്ത് കാണും, ഈ കാര്യത്തിൻ്റെ ഏകദേശം സുവിശേഷം അവസാനം കാണും. പല സുവിശേഷങ്ങളുണ്ട്. ഞാൻ തീസ് ചെയ്ത് പറഞ്ഞൊരു കൊച്ചുദാഹരണം പറയാം. മത്തായി സുവിശേഷത്തിൽ ആരംഭത്തിൽ പറയുന്നുണ്ട് ജെറമ്യാ പ്രവചിച്ചതുപോലെ. ദേവാലയ ശുദ്ധീകരണ സമയത്ത് പറയുന്നുണ്ട്, ഇതാ ജെറമ്യായുടെ വാക്കുകൾ എടുത്ത് ഇവന്മാർ കള്ളന്മാർ ഗുഹയാക്കി മാറ്റി. സുവിശേഷം തീരുമ്പം പറയുന്നുണ്ട് ജെറമ്യായെ പോലെ. അല്ല, ഈശോ ചോദിക്കും, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നത്? അവർ പറയുന്ന കൂടി പറയും ജെറമ്യ എന്ന് പറയുന്നു. ക്രിസ്തുവും ജെറമ്യായും തമ്മിലുള്ള ഒരു അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിക്കോദേമോസ്. 1-ാമത്തെ ഭാഗത്ത് കണ്ടു, നടുക്ക് ഭാഗം. ഇനി നടുക്ക് ഭാഗത്തേക്ക് പോകാം. നടുക്ക് ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോയുടെ പരസ്യ ജീവിതം ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈശോ വധിക്കപ്പെടാൻ പോയി. 7-ാം അധ്യായം ബൈബിളിലുണ്ട്, എടുത്തു വെച്ചേ. ഒരു മനുഷ്യനെ തമ്പുരാൻ മാറ്റുന്ന എങ്ങനെ നമ്മൾ കാണുന്നത്. 7-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 7-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. അവൻ ഈശോയോടുള്ള സ്നേഹം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നെങ്കിൽ 7-ാം അധ്യായം 50-ാം വാക്യത്തിൽ ഈശോ വധിക്കപ്പെടാൻ പോവുക, ഈശോ ശിക്ഷിക്കപ്പെടാൻ പോവുക, ഈശോ കുറ്റം ചാർത്തപ്പെടാൻ പോവുക, ഈശോ പിടിക്കപ്പെടാൻ പോവുക. നോക്കിയേ, നിക്കോദേമോസിന്റെ കൺട്രോൾ വിട്ടുപോയി. നിക്കോദേമോസ് പരസ്യമായിട്ട് പറയുക, ചോദിച്ചു, മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായി നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു. ഈ പണ്ഡിതന്മാരെല്ലാം അല്ലെങ്കിൽ ഈ ഫരിസേയ പ്രമാണികളെല്ലാം വട്ടത്തിലിരിക്കുമ്പോൾ നിക്കോദേമോസ് എഴുന്നേറ്റ് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവനെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? He raised Nicodemus from that Pharisee group. ദൈവം ചെയ്യും മക്കളെ. കട്ടോള് വിട്ടുപോയി, ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരുവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? നീ ഗലീലിയനാണോ? തിരിച്ച് കളിയാക്കി നിക്കോദേമോസിനെ, നീ ഗലീലിയനാണോ? ഈ പറ, ഏതെങ്കിലും പ്രവാചകൻ ഗലീലിയിൽ നിന്ന് വരുമെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അടുത്ത വാക്യം നിങ്ങൾക്ക് അറിയാമോ? എല്ലാവരും പിരിഞ്ഞുപോയി. നോക്കിയ മകളെ, ഈശോയിൽ ഡിഫൻഡറായിട്ട് നിക്കോദേമോസ് നിൽക്കുക. ബൈബിള് മോനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി കയറി നിൽക്കണോടാ. ഇല്ലെങ്കിൽ നീ കള്ള ക്രിസ്ത്യാനിയാ, ഇല്ല നീ കള്ള അച്ഛനാ, ഇല്ല നീ കള്ള കന്യാസ്ത്രീയാ. ഒരിക്കലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി കയറി നിൽക്കണോടാ കൂട്ടാ. ഒരിക്കലെങ്കിലും ഒരു മുറിവെല്ലാം കാണിക്കണം നീ ക്രിസ്തുവിനെ സ്നേഹിച്ചത് കൊണ്ട് നീ എടുത്തൊരു ത്യാഗം, നീ എടുത്തൊരു കഷ്ടപ്പാട്, നീ വീഴ്ത്തിയ ഒരു കണ്ണീർത്തുള്ളി. നിന്റെ കാല് തട്ടിയപ്പോ കാര്യം കാര്യമൊന്നുമല്ല പറയണേ. Just because I witnessed to a Christ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മാറമക്കൾ ജീവിതം പറഞ്ഞ് പിന്നെ വിട്ടുപോകില്ല. നീ 1000 കൺവെൻഷൻ കൂടിയിട്ട് കാര്യമില്ല. ശമേനെ പോലെ ഒന്ന് കയറി നിന്ന് ആ തോളൊന്ന് മുട്ടിച്ചാൽ മതി. കുരിശ് ഇറങ്ങി നിൽക്കണം മക്കളെ. സാക്ഷ്യത്തിന്റെ ജീവിതം നോക്കിയേ. നിക്കോദേമോസ്, നിങ്ങൾക്കറിയാം കർത്താവ് കൊടുത്ത പ്രതിഫലം എന്നാന്ന്? ആദ്യം അവൻ ഈശോയെ സ്നേഹിച്ച് രാത്രി ചെന്ന് ഇപ്പം പകല് നട്ടുച്ച നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അവൻ നീതിമാനാണ്. അന്റാണോ മക്കളെ? ജീവിതം തന്നേക്കുന്നത് ക്രിസ്തുവിനെ. കാണ്ടമാലിലെ വിശ്വാസികള്, കാണ്ടമാലിലെ രക്തസാക്ഷികള് മക്കളെ ഗോസ് ബിയോണ്ട്. 20ഓളം വൈദികരായി കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയത്. ഏതൊക്കെ വീട്ടിലെ കുടുംബനാഥന്മാര് വധിക്കപ്പെട്ടുവോ ആ കുടുംബങ്ങളിലെ മൂത്ത മക്കളെല്ലാം അച്ഛന്മാരായത് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. കോട്ടയംകാര് തന്നെയാണ് നല്ലത്. ഇതിലും ഭേദമൊക്കെ കോട്ടയംകാര് തന്നെ. ഇക്കാര്യത്തിൽ എന്താ കൈയടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കോട്ടയംകാരാണ് എടുക്കര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 20ഓളം വൈദികരായി കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. വെട്ടി നോക്കി കുടുംബനാഥന്മാരെ മാമോദീസ സ്വീകരിച്ചത് 2 വർഷം മുമ്പ്, 3 വർഷം മുമ്പ്, 4 വർഷം മുമ്പ്. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നോ? ഇല്ല, ഇല്ല, ഇല്ല. ഞാനല്ല കുപ്പയായി പരിഗണിക്കുന്നു. അവൾ ജീവിതഭാഗം ബൈബിള് നിനക്ക് കാണാപ്പാടെ പഠിക്കാനുള്ളതല്ല. ബൈബിള് നിന്റെ ദേഹത്ത് തേച്ച് പിടിപ്പിക്കാനുള്ളതാ. ബൈബിള് നിന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ആകാനുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാളുടെ ജീവിതഭാഗം ഇന്ന് ഈ വീടിച്ചിൽ അത്ഭുതം നടക്കും. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ വർത്താനം പറയാം, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നില്ല. ഒരാൾ എന്നെ ഒരു അല്പമൊന്നും എന്നാ പറയുന്നേ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ചെക്കൻ എൻ്റെ അടുത്ത് വന്നു. അച്ഛാ തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു ചോദിച്ചു. തിരിച്ചു കൊടുക്കാൻ മേലായിരുന്നു അച്ഛാ. ഞാൻ എന്ത്? അവൻ പറഞ്ഞു കേട്ടില്ലേ? ഞാൻ പറഞ്ഞടാ, അവൻ തല്ലിയാ പോലും ഞാൻ തിരിച്ചു തല്ലുകയില്ലായിരുന്നു. അവനെന്നെ തല്ലിയാ പോലും ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു കാര്യമാണ്. ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ഒന്നും അല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചെറിയ തെറ്റിദ്ധാരണ. അവനെന്നെ തല്ലിയാൻ കൈകെട്ടി നിൽക്കത്തുള്ളടാ. അവനെന്നെ എന്ത് ചെയ്താലും ഞാൻ അനങ്ങത്തില്ല. കാരണം ഞാനൊരു വൈദികനല്ലേ. പെട്ടെന്ന് അവൻ ടോൺ മാറ്റി. ഈ ആദ്യത്തെ ഉപദേശം തന്നവൻ വീണ്ടും രണ്ടാമതെന്ന് പറയുകയാണേ, അല്ലച്ചാ വെള്ളയുടുപ്പിട്ട ക്രിസ്തുവാണ് അച്ഛൻ. കരഞ്ഞുപോയി. മറ്റവൻ പറഞ്ഞാൽ ഇതിലും ഭേദം. മറ്റവൻ പറഞ്ഞ ചീത്ത എനിക്ക് അതിലും ഇഷ്ടമാണ്. ഇവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ചങ്കിൽ കയറി ഒരു ഡാൻസ് കളിച്ചിട്ട് പോയതാ. വെള്ളയുടുപ്പിട്ട ക്രിസ്തുവാണ് അച്ഛൻ. വെള്ളയുടുപ്പിട്ട ക്രിസ്തുവാണ് അച്ഛൻ. മനസ്സിൽ നിന്ന് പോകണില്ല, മനസ്സിൽ നിന്ന് പോകണില്ല ഇതൊന്നും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിയ കേറി നിന്ന് ഈശോയുടെ മുമ്പിൽ തൊഴാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു നിക്കോദേമോസ്. നിക്കോദേമോസ് വെറുതെ ഒരു കാര്യം പറയത്തില്ലെന്ന് പരിസയ പ്രമാണികൾക്ക് ഒന്ന് കളിയാക്കി. നീ ഗലീലയിലാണോ? ഇനി നിങ്ങൾക്ക് പിടിക്കാൻ പിടിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോ. നമ്മൾ വീണ്ടും കാണുക 19-ാം അധ്യായം കാണുക. കർത്താവ് കൊടുത്ത സമ്മാനം അറിയണം. നിക്കോദേമോസ് സുവിശേഷത്തിന് അവസാനം വരിക. യോഹന്നാന്റെ സുദേവങ്ങൾ ഒരു വിശ്വാസിയുടെ വളർച്ച സമയത്തിന് നീട്ടി പറയുന്നില്ല, ചുരുക്കം കൊണ്ട് പറഞ്ഞങ്ങ് പോവുക. 19-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം എടുത്തേ. മക്കളെ, ജോലി കിട്ടാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ വന്നേക്കുന്നത്. ഇന്ന് വിസ കിട്ടാൻ വേണ്ടി അല്ലല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. പരീക്ഷ കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആയിരിക്കരുത്. ഈ നിക്കോദേമോസ് വന്നതുപോലെ. അടുത്ത വാക്യം നോക്കിക്കോ. 39-ാം വാക്യം 19:39 വായിക്കാമോ? ഒന്നിച്ച് വായിക്കാൻ നമുക്ക് രസമുണ്ടായിരുന്നു. നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. യേശുവിനെ ആദ്യം ആദ്യം അന്ന് ഒളിച്ചും പാത്തും വന്ന യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന്
ഏകദേശം 100 കാത്തൽ സുഗന്ധദ്രവ്യവും. നോക്കിക്കേ, നിക്കോദേമോസിന്റെ ഭാഗ്യം നോക്ക്. ഒരു മകൻ അപ്പന് ചെയ്യേണ്ട കാര്യം നിറവേറ്റാൻ വേണ്ടി നിക്കോദേമോസ് നിൽക്കുക. മൂത്ത മകന്റെ ഫീസേനെ മൂത്ത മോന്റെ ദൗത്യമാണ് നിൽക്കുന്നത്. നിക്കോദേമോസ് നിൽക്കുക. എവിടെ നിന്ന് തുടങ്ങിയ മക്കളെ? ക്രിസ്തു നിന്നെ വിട്ടുപിരിയാത്ത രീതിയിൽ നിന്നെ ചേർത്ത് പിടിക്കുമ്പോ, ക്രിസ്തുവിന് വേണ്ടി നീ നിന്ന് കഴിയുമ്പോ ആർക്കും കൊടുക്കാത്ത ഭാഗം നോക്ക്. പത്രോസാണോ ഇത്? യോഹന്നാനാണോ ഇത്? തോമസ് ആണോ ഇത്? നിക്കോദേമോസ്. ഗ്രീക്ക് പേരാ, എനിക്കറിയില്ല, നാമ് അത് നോക്കിയില്ല. നിക്കോദേമോസ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഓക്കേ മക്കളെ, പറഞ്ഞ ആദ്യത്തെ കുർബാനയ്ക്ക് അൾത്താരി ഒരുക്കാൻ, ആദ്യത്തെ സക്കാരിയിൽ ക്രിസ്തുവിനെ വെക്കാൻ, ആദ്യത്തെ അൾത്താരിയിൽ ക്രിസ്തുവിനെ വെക്കാൻ പൗരസ്ത്യ പിതാക്കന്മാര് പഠിപ്പിക്കുന്നു. കർത്താവിന്റെ അൾത്താര കർത്താവിന്റെ ബലിപീഠമാണ്. ആദ്യമായി കർത്താവിന്റെ അൾത്താരി ഒരുക്കാൻ ഭാഗ്യം കിട്ടി ഈ നിക്കോദേമോസിന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, ദൈവം ഒരുക്കി തരുന്ന ഒരു കാര്യമാണ്. ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്ന കാര്യമാണ്. നിന്റെ ജീവിതം മാറും കുഞ്ഞ്. നീ ചോദിക്കാൻ വന്നതൊക്കെ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വായിച്ച് നമുക്ക് തിരിച്ചു വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തില് ഇതാ മറ്റൊരാളെ നമ്മൾ കാണുന്നുണ്ട്, മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായം, യോഹന്നാൻ 4. മുഴുവൻ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. 4-ാം അധ്യായത്തില് സമരിയാക്കാരി സ്ത്രീ. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരാൻ പോവാ. സമരിയാക്കാരി സ്ത്രീ. ഇതാ നമുക്ക് മുഴുവൻ കഥകൾ അറിയാം, അതിനകത്തോട് ഒന്നും പോകുന്നില്ല. അവളുടെ സംസാരം തുടങ്ങിയത് കണ്ടോ? പച്ചവെള്ളത്തിന്റെ കഥ പറഞ്ഞാ തുടങ്ങുന്നത്. പച്ചവെള്ളത്തിന്റെ കഥ. അതെ, നമ്മളെ പോലെയൊക്കെ തന്നെയാ മക്കളെ. അവളും കൺവെൻഷന് വന്നതാ. ഈശോ നടത്തിയൊരു കൺവെൻഷനായത്. പച്ചവെള്ളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബിയോണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബ്രെഡ് തരും, ബ്രെഡ് തരികയല്ലേ? ഈ ബ്രെഡിന് അപ്പുറത്തൊരു ബ്രെഡ് കൈ കിടുമ്പോൾ ധ്യാനിക്കണം മക്കളെ. അതിന്റെ ദർശനം എന്ന് പറയുന്നത്, ഈ അപ്പം കൈ കിട്ടുമ്പോൾ ധ്യാനിക്കണം. ഇന്ന് ഈ കൺവെൻഷന് വന്നപ്പോൾ എനിക്ക് ഈ അപ്പം കിട്ടിയെങ്കിൽ, ഈ വെള്ളം കുടിക്കാൻ കിട്ടിയെങ്കിൽ, there is something beyond this bread and water. Hallelujah, hallelujah. അങ്ങനെ എടുത്തോ, യേശുനാമത്തിലെ പറയണേ. അവിടെ ഒരു കളക്ടറുണ്ട്, സബ് കളക്ടർ. അദ്ദേഹത്തിന് അലർജിയാ. അരി, ഗോതമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് ഇത് വരും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. പുണ്യാളച്ചന്റെ പള്ളിയിൽ നേർച്ച ബണ്ണ, പഞ്ചരിച്ച ബണ്ണ കുരിശും പരിച്ചു കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടായിക്ക് ഒരു കുഴപ്പമില്ല. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. കയ്യിൽ ബുക്കിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ കൈയടിക്കാത്തത് എനിക്കറിയാം, അല്ല ക്ഷീണിച്ചിട്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിടിക്കണ കൂട്ടാ, നിനക്കെന്ത് ഇത് കിട്ടാത്തത്? ഞാൻ പറയുന്നത്, നിന്റെ കണ്ണീരിന് അപ്പുറത്തൊരു അഭിഷേകം ഉണ്ടെന്ന്, നിന്റെ സഹനത്തിന് അപ്പുറത്തൊരു ബ്ലെസ്സിംഗ് ഉണ്ടെന്ന്. പ്രസവ വേദന അനുഭവിക്കുന്ന സ്ത്രീ, അവള് പ്രസവ വേദന അനുഭവിക്കുന്നവൾ താനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണല്ലോ എന്നോർത്ത് അവൾ സന്തോഷിക്കുന്നു. കൈയടിച്ച് താൻ മാത്രം കൊടുക്കുക. ബ്ലെസ്സിംഗ് ബിയോണ്ട് മക്കളെ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അനുഗ്രഹമുണ്ട്. നോക്കിയേ, അവസാനം വായിച്ച് നമ്മൾ വരികയാണ്. 28-ാം വാക്യം. നമ്മൾ സമരിയാക്കാരി സ്ത്രീയുടെ സംഭവം വായിക്കുന്നത്. ആദ്യം പച്ചവെള്ളം ജീവന്റെ ജലമായി. അവിടെ തീർന്നില്ല, കുടുംബം വന്നു. അവൾ ഒറ്റയ്ക്കല്ല, വീട്ടിൽ പ്രശ്നമുണ്ട്. വീട്ടിൽ കയറിയപ്പോൾ ഭർത്താവിന്റെ കാര്യം വന്നു, കുടുംബ പ്രശ്നം വന്നു, ജീവിത തകർച്ച വന്നു. അവിടുന്ന് വീണ്ടും കയറി പള്ളിയിൽ പോകുന്ന കാര്യമായി. പള്ളിയിൽ പോകാറില്ല. സമരിയാക്കാരി, അവൾ ഭാവനയാണ്. അവളുടെ ആളുകൾ പറഞ്ഞ ആ മലയിലും ഈ മലയിലും ഒക്കെ ആരാധിക്കണമെന്നാണ്. അവിടെ ഞാൻ ഒരു പള്ളിയിൽ പോകുന്നില്ല, പള്ളിയിൽ പോക്കും ഇല്ല. പിടിച്ചു കയറുന്നുണ്ട് കർത്താവ്. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഓരോ അവസ്ഥ നിനക്ക് ഒരു ദൈവാനുഭവം. അവൾ വിഷയം മാറിക്കൊണ്ടിരിക്കുക. കുടിവെള്ളം ഒരു നിത്യതയുടെ ജലത്തെ പറ്റി ഒരു ചിന്തയായി മാറുക. അത് അവളുടെ കുടുംബജീവിതത്തെ പറ്റി ഒരു ചിന്തയായി മാറുക. അത് അവളുടെ ദൈവാനുഭവത്തെ പറ്റിയുള്ള ചിന്തയാവുക. അടുത്ത വാക്യം വായിക്കട്ടെ. 28-ാം വാക്യം വായിച്ചേ.
ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവേൻ. ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു? നിങ്ങളുടെ ക്രിസ്തു ഞാൻ കണ്ടു. നിങ്ങളുടെ ക്രിസ്തുവിനെ തകർത്ത് തരിപ്പണമായിട്ട് നട്ടുച്ച നേരത്ത് വെള്ളം കോരാൻ അപമാനിതയെ തലതാട്ടി വന്നവള് ഇത് തല ഉയർത്തി നിന്ന് അവള് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടു. അഭിഷേകം ഇതാ ഇന്നിവിടെ ഇരിക്കുക. എല്ലാവരുടെയും റൂട്ടുമാപ്പായി പറഞ്ഞുകൊണ്ടിരിക്കണേ. എനിക്കും നിങ്ങൾക്ക് പിടിച്ചു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് പിടിച്ചു കറിക്കോ. കുഞ്ഞുമക്കളിരിപ്പുണ്ട്, യുവതി വാക്കന്മാരിവിടെ, വിവാഹം കഴിച്ചവരുണ്ട്, കന്യാസികളിവിടെ, അച്ഛന്മാരിരിപ്പുണ്ട്. ഞാൻ എന്നോടാ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഇവിടെ നിന്ന് പിടിച്ചു അച്ഛൻ നിൽക്കുന്നിടത്ത് തുടങ്ങച്ചോ. അടുത്ത കൺവെൻഷന് മുമ്പ് അച്ഛൻ അറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവങ്ങളെ ഓരോരുത്തരോടാ പറയണേ, നമ്മുടെ ഡിറക്ഷൻ ഒന്ന് മാറ്റി പിടിക്കാൻ മക്കളെ. ഈ 4 ദിവസം വിട്ടുകൊടുക്ക. അവൻ 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 വിത്ത് വിതച്ചു, അവൻ ധാരാളം വാരി വിതറിയുന്ന പറയണേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നോക്കിയ മക്കളെ, എന്നിട്ട് കേട്ടെ, നോക്കിയ ആ ഈശോയ്ക്ക് വേണ്ട സുഗന്ധദ്രവ്യം എന്താ അവന്റെ ജീവിതം. തൊട്ട് മുമ്പ് ഒരു വാക്യം കൂടെയാണ്, അത് വായിക്കാം. 38-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 19:38 പോവാ നമ്മള്. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിനെ അരിമത്യക്കാരൻ ജോസഫ്, നോക്കിക്കേ എന്താണ്, യഹൂദരോടുള്ള ഭയം നിമിത്തം. നമുക്ക് നാണക്കേടാ മക്കളെ, ക്രിസ്തു ഒക്കെ നാണക്കേടാ, നമുക്ക് പണിയില്ലേ, ഭക്തിയൊക്കെ വേണം, അതൊക്കെ മനസ്സിരുന്നാൽ മതി. നമ്മൾ പാവമൊക്കെ ചെയ്യാതെ ജീവിച്ചാൽ പോരെ. ഞാൻ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല, ആർക്ക് ഞാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ നല്ലവനാണ്. എടാ കുട്ട, നല്ലവനായ സ്വർഗ്ഗത്തിൽ പോവില്ലടാ മോനെ. നല്ലവനായതുകൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പോവില്ല. പറഞ്ഞ ഹല്ലേലൂയാ, വലുതരെ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വിശുദ്ധനാവണം മക്കളെ, ക്രിസ്തുവാകണം, ദൈവപുത്രനാവണം. സ്വർഗ്ഗം ദൈവപുത്രനുള്ളതാ. ഹല്ലേലൂയാ. നോക്കിക്കേ, എന്നിട്ട് രഹസ്യ ശിക്ഷ. പക്ഷേ ഈ തീ ഇങ്ങനെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ. ഇല്ല, എല്ലാവർക്കും ഇല്ലേ ആഗ്രഹം? രക്തസാക്ഷി ആകണമെന്ന് ആഗ്രഹമുള്ളതെന്ന് കൈപൊക്കാവോ? രക്തസാക്ഷി ആകണമെന്നുള്ള ആഗ്രഹമുള്ളത് കൈപൊക്കിക്കേ. എൻ്റെ പൊന്ന് തൃശ്ശൂര് മുഴുവൻ രക്തസാക്ഷി ആകുമെന്ന് വിചാരിച്ചിട്ട് 1 2 3 4 5 6 8 9 10 11 വന്നിട്ട് ഒറ്റ സിസ്റ്റർ വെള്ളക്കൈകളൊന്നും പൊങ്ങുന്ന കാണുന്നില്ലല്ലോ. ഒരു വെള്ളക്കൈയിൽ പൊങ്ങി നിൽക്കട്ടല്ലേ, ചുരുങ്ങിയത് ഒരു വെള്ളക്കൈയെങ്കിലും പൊങ്ങട്ടെ. അവിടെയുണ്ട്. അയ്യോ വിശുദ്ധരല്ല ഈ സൈഡിലായിരുന്നു. അയ്യോ കുഞ്ഞുമക്കളാണ്, അത് ഉടുപ്പ് ഇടാൻ പോകുന്നതേ ഉള്ളൂ. സാരിയെ കൊടുത്തിങ്ങനെ ഇരിക്കുക. ഇപ്പം തീക്ഷണ മക്കളാ മക്കളെ. വചനം പറയുന്നുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം. ഈ സ്നേഹം കേട്ടോ. കുഞ്ഞുങ്ങള് സിസ്റ്റർമാരാകാൻ പോകുന്ന കൊച്ചുങ്ങളാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത്. ഞങ്ങളതേ ഉണ്ട്, ഞങ്ങളെ കാണാത്തതിനാന്ന്. ഹല്ലേലൂയാ. എല്ലാവരും വലുതൊരു ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിൽ കിട്ടുന്ന ആനന്ദമുണ്ടോ മക്കളെ? പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമുണ്ട് ഇതിനകത്ത്. പാപ്പ എഴുതിയില്ലേ, സുവിശേഷത്തിന്റെ ആനന്ദം. ക്രിസ്തു നിങ്ങളിൽ നിന്ന് ഒന്നും മോഷിച്ചിട്ട് പോയി. അച്ഛൻ ഒന്നും നഷ്ടപ്പെട്ടില്ല മക്കളെ. അച്ഛൻ ക്രിസ്തുവിനെ കൊണ്ട് നേടിയിട്ടുള്ളൂ. സത്യം പറയുക, എൻ്റെ തൊണ്ട പണ്ട് പൂട്ടി പോകേണ്ടതാ. കഴിഞ്ഞ ദിവസം ഡോക്ടർ കണ്ടിട്ട് എന്നോട് തൊണ്ടയിലാണ് കുരു ഉണ്ടെന്നോ ക്യാൻസർ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ആരോടും പറഞ്ഞേക്കല്ല, നമുക്ക് വിഷയമല്ല. ഇത്രയും നാൾ പ്രസംഗിച്ചില്ലേ, എല്ലാം പോണതാ മക്കളെ. അതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഇതൊരു വലിയ ഭാഗ്യമാണ് കൂട്ടാ. അവനെ പ്രസംഗിക്കുന്ന പോലൊരു സന്തോഷമില്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം എനിക്കും തോന്നി സംഗതി ക്യാൻസർ പോലും ആയിരിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ചെന്നു, ആശുപത്രി ചെന്നു. അയാൾ വായിക്കാത്തൊക്കെ എന്തോ ഇതൊക്കെ ചെയ്തു, അടിച്ചു. എന്നിട്ട് പിന്നെ ഒരു എൻഡോസ്കോപ്പി നടത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ്റെ തോട്ട് ഈസ് വെരി ക്ലിയർ. ഇത്രയുള്ള മക്കളെ. എന്നോട് ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന അച്ഛന്മാരൊക്കെ തന്നെയോട് വേടോ നോക്കണം കേട്ടോ, നീ നോക്കണം കേട്ടോ. എന്നോട് പലരും തൊണ്ടയിൽ കുരുക്കളുണ്ടാവുമെന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ മിണ്ടാതിരിക്കും? ഇത് പറയുമ്പോൾ എങ്ങനെ മിണ്ടാതെ പറയുന്നേ? ഇത് പതുക്കെ പറയേണ്ട കാര്യമല്ലല്ലോ. ഇതിങ്ങനെ സന്തോഷം നിൽക്കാൻ ഈ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്
ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നോക്കിയേ, യഹൂദരോടുള്ള ഭയം ദൈവം അറിയും. പൈതലേ, നീ മൂലക്കിരുന്ന് സ്നേഹിച്ചാലും ദൈവം അറിയുന്ന. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യൻ പടന്നു. ഇഷ്ടം ഭയങ്കര ആരാധന, പക്ഷെ വെളി പറഞ്ഞിട്ടില്ല. രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ നോക്കിയേ. അവൻ അവകാശം അവന് കിട്ടുക, അങ്ങനെ അവർക്ക് വക്ക് കൊടുക്കാനുള്ള നല്ല ഈ ബോഡി. പക്ഷെ യേശുവിന്റെ കാര്യത്തെ ആരും ചോദിക്കാൻ വരാനില്ല. അതേ മക്കളെ, only Jesus is abandoned. മക്കളെ, ഈശോയ്ക്ക് വേണ്ടി ന്യായം പറയാനൊന്നും ആരുമില്ല മക്കളെ. ഈശോയ്ക്ക് മുറവേറ്റ് നമ്മൾ ചില കയ്യിലിരിപ്പുണ്ട് കിട്ടിയതായിരിക്കും, മര്യാദയ്ക്ക് നടക്കാൻ മേലായിരുന്നു. ഹല്ലേലൂയാ. ഈശോയ്ക്ക് വേണ്ടി പറയാൻ ആരുമില്ല മക്കളെ. ഹല്ലേലൂയാ. നോക്കിക്കേ, നോക്കിക്കേ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനെ അവനെ പിടിച്ചു കർത്താൻ മുക്കിക്കൊണ്ടുവരിക. അവിടെ രഹസ്യമാണ്, പക്ഷെ മുക്കിക്കൊണ്ടുവരും മക്കളെ. ഈ ആലയത്തിൽ ഇന്ന് ഏത് വ്യക്തി ഒരു ഒരു ആഗ്രഹത്തോടെ തീയോടെ ഇരിപ്പുണ്ടോ, അവന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇടപെടും. ഹല്ലേലൂയാ.